ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മുടെ പണികളൊക്കെ കുറച്ച് ഈസിയാക്കാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ മാവൊക്കെ അരച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതിൻ്റെ ബ്ലേഡിൻ്റെ അടിയിലൊക്കെ നല്ലവണ്ണം ഈ മാവൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ആ ഒരു ബ്ലേഡും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല ക്ലീനായി. പിന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ ആ ഒരു ജോലി എളുപ്പമായി കിട്ടും. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ ചപ്പാത്തി പരത്തി കഴിയുമ്പോൾ ആ ഒരു ഏരിയ വൃത്തിയാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, അതവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ തൂകുന്ന പൊടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബോട്ടിലെടുത്തിട്ട് നമുക്ക് തൂകാനുള്ള പൊടി അങ്ങിടുക. അപ്പോൾ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും എളുപ്പമായിരിക്കും. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു കുഞ്ഞ് ബോട്ടിലാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലില്ല എങ്കിൽ സാധാരണ നമ്മുടെ ഏതെങ്കിലും ഒരു ബോട്ടിൽസ് എടുത്തിട്ട് നമുക്ക് അതിൽ ഹോൾസ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്താലും മതി. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫാന് തുടക്കാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പ് സ്റ്റൂളിനെ കുറിച്ചിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്റ്റൂള് നമ്മുടെ ഒരു വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത് നമുക്ക് ഹൈറ്റൊക്കെ കുറഞ്ഞവരാണെങ്കിൽ പ്രത്യേകിച്ചും വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് മുകളിലുള്ള സാധനങ്ങൾ എടുക്കാനും പിന്നെ ഫാനൊക്കെ തുടക്കാനും ഒക്കെ പറ്റും. വീഴുന്നുള്ള പേടിയേ വേണ്ട, കാരണം ഇതുണ്ടെങ്കിൽ നല്ലൊരു ധൈര്യമാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഫാന് തുടക്കുന്നത് പില്ലോ കവർ യൂസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ പഴയ പില്ലോ കവറൊക്കെ ഉണ്ടെങ്കിൽ കളയല്ല കേട്ടോ. ഇത് നമുക്ക് ഫാന് തുടക്കാൻ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഫാനിൻ്റെ പൊടിയൊന്നും നമുക്ക് താഴേക്ക് വീഴാതെ തന്നെ തുടച്ചെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ വാഷ് ബേസിൻ ഏരിയ ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഒരു ബോട്ടിലിൽ വെള്ളവും വിനാഗിരിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡയും കുറച്ച് പ്രില്ലും സ്റ്റിഫ് ആൻഡ് ഷൈനും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി വാഷ് ബേസിൻ കഴുകിയാൽ നല്ല വൃത്തിയും കിട്ടും, പിന്നെ നല്ല സ്മെല്ലും ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ ചോപ്പർ. നമ്മൾ വിചാരിക്കും ഇതല്ല എന്തിനാ, ഇത് കഴുകുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് വേഗം അരിഞ്ഞിടാലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേങ്കിൽ ഇതുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുള്ളാണ്. ഇത് തന്നെ വാങ്ങണമെന്നില്ല കേട്ടോ. ഇത് ഇംപെക്സിൻ്റെ ചോപ്പറാണ്. ഇതിനേക്കാളും നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ബട്ടർഫ്ലൈൻ്റെ ഒരു ചോപ്പറുണ്ട് ആമസോണിൽ. അത് നല്ലൊരു ചോപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ തോർത്തൊക്കെ നന്നായിട്ട് വെളുക്കാനുള്ളൊരു വിദ്യയാണ്. ഇത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും. നമ്മുടെ അമ്മമാരൊക്കെ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ് ഇത്. അങ്ങനെയാണ് ഞാനും ഇത് പഠിച്ചെടുത്തത്. ഒരു വലിയ പാത്രം വെള്ളം അടുപ്പിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പോ ചേർക്കാൻ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ സോഡക്കാരയില്ലേ, അതാണ്. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളക്കുന്ന സമയത്ത് ഈ തോർത്തുകളൊക്കെ ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഇതിനെ നമ്മൾ പുഴുങ്ങി തിരുമ്പുക എന്ന് പറയും അല്ലേ. ഇനിയിപ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിക്കണേ. ഇനിയിപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് വെട്ടിത്തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് കൈ തൊടാൻ പാകത്തുള്ള ചൂടാകുന്ന സമയത്ത് ഇത് കല്ലിൽ അടിച്ച് തിരുമ്പാം, അല്ലെങ്കിൽ നമുക്കിത് മിഷീൻ്റെ അകത്ത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ കമൻസിലൂടെ അറിയിക്കണേ. ഇനിയിപ്പോൾ വേറെ കുറേ ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.